ഡിഫറെൻ്റ് ആംഗിളിലാണ് സെയിൽസ് നടത്താൻ പറ്റുക. ഞാൻ സൂപ്പർ സെയിൽസ് മാസ്റ്റർ എന്തിനാണെന്ന് പറയുകയാണ്. ഈ സെയിൽസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു സാധനം വിൽക്കുക നടത്തില്ല. ഒരു വാചകം നമ്മൾ പറയുന്നൊരു കാര്യം മറ്റൊരു മനുഷ്യൻ സ്വീകരിക്കണമെങ്കിലും അതിനെ സെയിൽസ് എന്നാണ് പറയുക. അതൊരു വിൽപ്പനയാണ്. അപ്പോൾ നമുക്ക് ഹസ്ബൻഡിനോട് പറയണം ഒരു കമ്മൽ കിട്ടണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു പ്രത്യേക ഒരു ഫുഡൊന്ന് ഭാര്യ ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ട്. അത് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് സെയിൽസ്. അതായത് ജീവിതത്തിൽ എന്നും ഏറ്റവും ആവശ്യമുള്ള സാധനത്തിൻ്റെ പേരാണ് സെയിൽസ്. ഇതിൽ മാസ്റ്റർ ആവണം. അതിനാണ് നമ്മളുടെ ഈ സ്നേഹ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോഗ്രാം വെൽത്ത് വേയുടെ അണ്ടറിൽ സൂപ്പർ സെയിൽസ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സർട്ടിഫൈഡ് ആണ്. 5 മാസത്തെ കോഴ്സാണ്. മെയിനായിട്ട് 25 ക്ലാസ്സുകളാണ്. ടോട്ടൽ 100 ക്ലാസ്സുകൾ വരും. 25 കണ്ടൻറ്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ആ സെയിൽസിൻ്റെ പ്രാധാന്യം. അതാണ് ഇതിലൊരു സൂപ്പർ സെയിൽസ് മാസ്റ്റർ ആവണം എന്നുള്ളത്. ഒരു മാസ്റ്റർ എഴുതണം. അപ്പോൾ അതാണ് നമ്മളുടെ പ്ലാൻ. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ടീം സെറ്റ് ആവണം. അപ്പോൾ ടീമിന് വേണ്ടി നമ്മൾ അഡ്വർടൈസ്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. നമുക്ക് ടീം വന്ന് ചേരണം. താല്പര്യമുള്ള സ്മാർട്ടായിട്ടുള്ള ക്വാളിഫിക്കേഷനൊന്നും വിഷയമല്ല. നല്ല സ്മാർട്ടായിരിക്കണം, ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിൻ്റെ നന്മ മനസ്സിൽ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് റിട്ടേൺസ് ഉണ്ടാവുകയും ചെയ്യും. അതിന് പറ്റുന്ന ഒരു 5 മാസം ഡെയിലി ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റുന്ന സ്വഭാവമുള്ള വീട്ടമ്മമാരോ കോളേജ് സ്റ്റുഡൻസോ നമ്മളുടെ കൈകളിൽ ചെത്തി അടങ്ങാൻ ടീമുകളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വരാം. ഫുൾ ഫ്രീഡം ആണ്. അപ്പോൾ അത് മനസ്സിൽ കണ്ട് നിങ്ങൾക്കും ആരെങ്കിലും കണക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെയിൽസ് ജീവിതത്തിൽ ഏത് മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കാം. അത് മാരേജ് ആണെങ്കിലും പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും ആ ജോലിക്കുള്ളിലൊരു കാര്യമാണെങ്കിലും മൊത്തത്തിലുള്ള ലൈഫ് സെറ്റ് ചെയ്യണ കാര്യമാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്നൊരു കാര്യമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പക്ഷേ ടീം സെറ്റാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ബാക്കിലോട്ട് പോകേണ്ടി വരും. അങ്ങനെ വേണ്ടി വരും. എന്നാലും ജനറൽ ഐഡിയകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഉപയോഗപ്പെടും. ഇപ്പോൾ സെയിൽസിൽ തന്നെ പല പല മുഖങ്ങളുണ്ട്. അതിനെ ഇവിടെ പറയാം. ഇപ്പോൾ സെയിൽസിലെ ചില മുഖങ്ങൾ, ഇപ്പോൾ നമ്മൾ കോളാണ് മെയിൻ. നമ്മൾ ആൾക്കാരെ ഫോൺ വിളിക്കുന്നു. എന്നിട്ട് ബിസിനസ്സിനെ പറ്റി നമ്മൾ പറയുന്നു. നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്കത് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഉള്ളത് ബ്രോഷറുകളും ബോർഡുകളുമാണ്. അത് ഓട്ടോമാറ്റിക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കോൾ വിളിക്കുമ്പോൾ കിട്ടും. അത് ഓട്ടോമാറ്റിക് ഇവിടെ നടന്നോളും. പ്ലസ് ഈ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ 4G സിം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഫാസ്റ്റായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് പോകും. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ 2 ദിവസമേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ 2000 പേര് കണ്ടു കഴിഞ്ഞു. 1900 എത്ര പേര് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം നോക്കി. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടാണ് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമുക്ക് ആ സിം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം. അതിന് ഒരു ആളെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ തരാം. സിം എന്നല്ല, ഫോൺ അടക്കം. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് നമ്മുടെ പേരിൽ സ്വന്തം പേരിൽ വേണമെന്നില്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഒഫീഷ്യൽ നെയിം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ പ്രിയങ്കയാണെങ്കിൽ പ്രിയ എന്ന് പറഞ്ഞ് വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പേജിനകത്ത് നമ്മൾ ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ സെറ്റ് ചെയ്തു. പ്രൊഫഷണൽ നെയിം പഠിച്ചത് പിന്നെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡിങ് ആണ്. ആ ബ്രാൻഡിങ് നമ്മൾ ചെയ്ത് നമ്മൾ അതിനെ അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി വരുന്ന എല്ലാം നിങ്ങൾക്ക് തന്നെയാണ്. അതൊരു മാസ് വേഗതയാണ്. അത് കോൾ ചെയ്യുന്ന പോലെയല്ല. ഇനി ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്യാൻ പോവുകയാണ് ഓരോ സമയങ്ങളിൽ അധികം വൈകാതെ. അപ്പോൾ ഇത് മുഴുവനാണ്. ഇതെല്ലാം ഈ കോഴ്സിന് അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറെ സാധനമാണ് വിസിറ്റുകൾ. അതായത് സ്കൂള്, ഓഫീസുകൾ തുടങ്ങിയുള്ള വിസിറ്റുകൾ. അത് ആവശ്യമുള്ളവർ. അതെല്ലാവരും ഇൻട്രസ്റ്റഡ് ആവണമെന്നില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോവുക. അപ്പോൾ അതിൽ അതിൻ്റേതായ ഫോർമാലിറ്റികൾ പാലിക്കണം. അപ്പോയിൻമെൻറ്റ് എടുക്കണം. അവിടെ ചെല്ലുമ്പോൾ അത് കറക്റ്റ് അവതരിപ്പിക്കണം. ഡ്രസ്സിങ് സൂപ്പറായിരിക്കണം. നടത്തം കറക്റ്റായിരിക്കണം. നോട്ടം കറക്റ്റായിരിക്കണം. വർത്തമാനം പറയുമ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ആ ആളെ നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റണം. അത് പ്രിൻസിപ്പൾ ആണെങ്കിലും ഒരു മാനേജർ ആണെങ്കിലും അതിനെ ഹയർ ലെവലിലേക്ക് നമുക്ക് അവരെ കൊണ്ടുവന്ന് നമ്മളുടെ ആശയം നമുക്ക് അവരെ എത്തിക്കാൻ പറ്റണം. അത് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ പിന്നെ തടഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു നന്മ വരാനുള്ളതല്ലേ. അപ്പോൾ അതിൽ അധികം ചിന്തിച്ച് നമ്മൾ കുഴപ്പിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യങ്ങൾ പറയുക, അവർ എഗ്രി ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 12 മേഖലകളുണ്ട്. അതിൽ എല്ലാത്തിലും മാസ്റ്റർ ആവണമെങ്കിൽ
അതായത് ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്? 1000 ക്ലയൻസ്. ക്ലയൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അല്ല. ക്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരം നമ്മളുമായിട്ട് ബന്ധമുള്ളവരെന്നാണ് അർത്ഥം. കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരും പോവും, ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല. കസ്റ്റമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗമാണ്, അതിങ്ങനെ മാറി മാറി തിരിഞ്ഞ്. ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായി നമ്മൾ അവൻ്റെ ഒരു പ്രോബ്ലം നികത്തി അവൻ നമ്മളിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, അവൻ്റെ പ്രോബ്ലം നികത്തുന്നവരെയും വന്നുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ പേരാണ് ക്ലയൻറ്റ്. അങ്ങനെയുള്ള 1000 ക്ലയൻറ്റിനെ നിങ്ങൾക്ക് 365 ഡേയ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താൽ 360 ദിവസത്തിൽ 1000 ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഈ 5 മാസത്തിൽ നമുക്ക് 100 വരെ പറ്റുമെന്ന് പറയുന്നത്. പിന്നത്തെ 5 മാസത്തിൽ വേറൊരു 100 അല്ല പറ്റുക, അതിൻ്റെ 10 ടൈംസ് പറ്റും. മനസ്സിലായോ? അങ്ങനെയാണ് അത് 1000 ആവുന്നത്. അപ്പോൾ ഈ പ്ലാൻ ആണ് നമ്മളുടെ വർക്കൗട്ട് മെറ്റീരിയൽ. അതിന് കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്.